2014 കേന്ദ്ര ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയും 2021 മാൻഡേറ്ററി ആക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് ഒരു ചതിയൻ പദ്ധതിയാണോ? നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ സജിത് സിംഗ്. ഇൻസ്റ്റഗ്രാമിലേക്ക് സ്വാഗതം. എന്തിനു വേണ്ടി ഫാസ്ടാഗ് ഇംപ്ലിമെന്റ് ചെയ്തു? നമുക്കെല്ലാവർക്കും അറിയാം. അക്കാലം മുതൽ പറഞ്ഞു കേൾക്കുന്നതുമാണ്. സമയം ലാഭിക്കുക, ഇന്ധനം ലാഭിക്കുക, മലിനീകരണം കുറയ്ക്കുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഫാസ്ടാഗ് സംവിധാനം കൊണ്ടുവരുമ്പോൾ പറഞ്ഞിരുന്നത്. ഇത് ഏതെങ്കിലും നടപ്പിലാവുന്നുണ്ടോ? നാം നിത്യേന പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, പാലിയേക്കര ടോളിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. 12 മണിക്കൂറോളം കേരളത്തിൽ വാഹനം ടോളിൽ കുടുങ്ങിക്കിടന്നു. നിരന്തരമായി കുമ്പളം ടോൾ പ്ലാസയിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഇത് തെക്കൻ കേരളത്തിന്റെ അവസ്ഥ. വടക്കൻ കേരളത്തിലും ഒട്ടും മാറ്റമില്ലാത്ത അവസ്ഥകളാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ മുഴുവനായും ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് കടന്നു പോകുന്നത്. നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഫാസ്ടാഗ് രജിസ്ട്രേഷന് 400 രൂപ ചിലവാകും. 100 രൂപ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫീ, 200 രൂപയോളം അവരുടെ ഫണ്ടിലേക്ക് പോകുന്നത്, 100 രൂപ അഡീഷണലായി സേവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അത് റീഫണ്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞ 400 രൂപയെങ്കിലും ഫാസ്ടാഗ് രജിസ്ട്രേഷൻ ഒരു വ്യക്തിക്ക് ചിലവാകുന്നുണ്ട്. അതിനുശേഷം 200 രൂപ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഈ 200 രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായി നിൽക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏകദേശം ഇന്ത്യയിൽ 2024 കണക്കുകൾ പ്രകാരം 11 ലക്ഷം വാഹനങ്ങളാണ് 2024 ജൂണിന് മുമ്പായി ഫാസ്ടാഗ് എടുത്തിരുന്നത്. 2026 എത്തുമ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം വാഹനങ്ങൾ ഫാസ്ടാഗ് സർവീസ് ഉപയോഗിയിലേക്ക് തന്നെ വരാം. 40 ലക്ഷം വേണ്ട, നമ്മൾ ആദ്യം പറഞ്ഞ 11 ലക്ഷത്തിലേക്ക് തന്നെ വരാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം, ഒരു 5 കോടി കാറുകൾ ഇത് ഉപയോഗിക്കുന്നത് മാത്രം വെക്കുക. 5 കോടി മാത്രം നമ്മൾ എടുക്കുന്നു. ടോട്ടൽ വാഹനം 5 കോടി എന്ന് കണക്കാക്കിയപ്പോൾ തന്നെ 5 കോടി വാഹനങ്ങൾ 200 രൂപ വെച്ച് ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എത്ര കോടി രൂപ ആ അക്കൗണ്ടിൽ ഉണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഇൻട്രസ്റ്റ് എത്ര വരുമെന്നറിയാമോ? ഇത്രയധികം തുക ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് 200 രൂപ വെച്ച് 5 കോടി വാഹനങ്ങൾ. 11 ലക്ഷമാണ് ശരിക്കുള്ള കണക്ക്. 2024 ജൂണിലെ കണക്ക്. ഞാൻ അതിന് നേർപകുതി എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഏകദേശം 5 കോടി വാഹനങ്ങളുടെ മാത്രം കണക്കെടുത്താൽ 5 കോടി വാഹനങ്ങൾ 200 രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ചില നിരന്തരം യാത്ര ചെയ്യുന്നവരോ അതല്ലാത്തവരോ ഒക്കെ പണക്കാരായിട്ടുള്ളവരൊക്കെ അതിൽ കൂടുതൽ തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇത്രയധികം തുക ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പോവാണ്. നേരെ തിരിച്ച് നമ്മൾ വേറൊരു വശം കൂടെ ആലോചിക്കാനുണ്ട്. എന്തെന്നാൽ നമ്മൾക്കെല്ലാവർക്കും മേക്ക് ഇൻ ഇന്ത്യ അല്ലല്ലോ, ക്യാഷ്ലെസ് ഇന്ത്യ യുടെ ഭാഗമായിട്ട് ഇവിടെ UPI പേയ്മെന്റ്സ് ഒത്തിരി ഗേറ്റ് വേസ് വന്നിട്ടുണ്ട്. ഈ ഗേറ്റ് വേകളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് GPayയിൽ കൂടെ അടയ്ക്കാൻ പറ്റും, ഫോൺപേയിൽ കൂടെ അടയ്ക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് അടയ്ക്കാൻ കഴിയുന്നതാണ്. ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ ഫാസ്ടാഗ് മാത്രം യൂസ് ചെയ്യണം. ഫാസ്ടാഗ് കാർഡുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യണം. ഇൻ കേസ് നമ്മുടെ ഫാസ്ടാഗ് കാർഡ് ഇല്ല എങ്കിൽ നേരെ ഇരട്ടിയാണ് ഫൈനായി വാങ്ങുക. നേരെ ഇരട്ടി. അതായത് തെക്ക് ഭാഗത്തു നിന്നുള്ള ഒരാൾ ചേർത്തല നിന്ന് എറണാകുളം ടൗണിലേക്ക് പോകണമെങ്കിൽ 60 120 രൂപ കൊടുക്കണം. 60 രൂപ ടോൾ, 60 രൂപ ഫൈൻ. തിരികെ വരണമെങ്കിൽ അത്ര തുക തന്നെ കൊടുക്കണം. ഇത് ശരിക്കും ഒരു തട്ടിപ്പല്ലേ? ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ് സഞ്ചാരം. അതിൽ തന്നെയാണ് കഴുത്തിൽ പിടിച്ച് ഞെരുക്കുക, പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഈ സമ്പ്രദായം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയും? ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി 100% ജനോപകാരപ്രദമായിരിക്കത്തക്ക രീതിയിൽ വേണം അത് ഡിസൈൻ ചെയ്യാൻ. അതല്ലാതെ അവരെന്താണോ ഉദ്ദേശിച്ചത്, NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിരുദ്ധമായ കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാസ്ടാഗ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഉപയോഗിക്കട്ടെ. എങ്കിലും അതേസമയം മറ്റ് UPI പേയ്മെൻറ്റുകൾ, ട്രാൻസാക്ഷൻ ഗേറ്റ്വേസ് ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടെ ഇതിനോടൊപ്പം തന്നെ
ചെയ്യുക എന്നത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഉണ്ടാക്കുക എന്നുള്ളതും ഈ ഗവൺമെന്റിന്റെ ഒരു കടമയല്ലേ, അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തവരുടെ ഒരു കടമയല്ലേ? അത് ചെയ്യാതെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ പൈസ അടയ്ക്കാൻ പറ്റും, ടെലഫോണിന്റെ പൈസ അടയ്ക്കാൻ പറ്റും. നമ്മൾ എന്തിന് പ്രൈവറ്റ് ഫിനാൻസുകളിൽ നിന്ന് എടുത്ത ലോൺ പോലും അടയ്ക്കാനും EMI അടയ്ക്കാനുമുള്ള സൗകര്യം ഇന്ന് UPI ആപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള അടിസ്ഥാന ആവശ്യമായുള്ള സഞ്ചാരത്തിന് സ്ഥിരമായി യാത്ര ചെയ്യാത്ത ഒരാൾ, വ്യക്തമായിട്ടറിയാം, തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ വരുന്ന ഒരാളിന് ടോളിൻ്റെ ആവശ്യമില്ല. അല്ലയാ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള ഒരു വാഹനത്തിന് ടോളിൻ്റെ ആവശ്യമില്ല. അത് ടോൾ എടുക്കേണ്ട സ്ഥിരമായിട്ട് 200 രൂപ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട്, അല്ലെങ്കിൽ 400 രൂപ രജിസ്ട്രേഷൻ ഫീസായി മുടക്കി 200 രൂപ ഫിക്സഡ് ബാലൻസ് ഇട്ട് വെച്ചിരിക്കേണ്ട കാര്യമില്ല. ആ വാഹനം ഒരു പ്രാവശ്യം എറണാകുളം എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഈ കൊള്ളക്ക് വിധേയനാകേണ്ടി വരികയാണ്. ഈ കൊള്ള അവർക്കൂടെ നേരിടേണ്ടി വരികയാണ്. പകരം ഇന്നത്തെ കാലത്ത് നമ്മളുടെ വാഹനം സഞ്ചരിക്കുന്ന ദിശയും വേഗതയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന GPS സംവിധാനങ്ങളുണ്ട്. നമ്മൾക്ക് മുൻകൂട്ടി നമ്മളുടെ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന UPIയിൽ നമ്മളുടെ ഫോൺ നമ്പർ ആ നമ്പറോട് ചേർന്നിരിക്കുന്ന വാഹനം, അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, നമ്മളുടെ അയലത്തെ വീട്ടിലെ ഒരാളുടെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും നമുക്ക് അടയ്ക്കാൻ കഴിയും. ആ കൺസ്യൂമർ നമ്പർ നമ്മൾ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ നമ്പർ അറ്റാച്ച് ചെയ്യുക, അതിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുക. പൈസ അടച്ചതിന് ശേഷം പോകുമ്പോൾ ഈ സിസ്റ്റം ആ വാഹനത്തിൻ്റെ നമ്പർ തിരിച്ചറിഞ്ഞ് കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ്. AI ക്യാമറകൾ ചെയ്യുന്ന ജോലിയാണിത്. AI ക്യാമറ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ പോവുകയോ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുകയോ ചെയ്യുമ്പോൾ ആ ഫോട്ടോയിൽ അത് തിരിച്ചറിയുകയാണ് ഈ നമ്പർ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉടമസ്ഥനെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി അയാൾക്ക് ചെല്ലാൻ അയക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സിസ്റ്റം വളരെ സിമ്പിളായി ഇവിടെ നടപ്പാക്കാവുന്നതാണ്. അത് നടപ്പാക്കാതിരിക്കുന്നത് തട്ടിപ്പല്ലേ? പൊതുജനങ്ങളുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന തത്വം ജനങ്ങളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, ജനങ്ങളിൽ നിന്ന് അമിത ലാഭം കൊയ്യാതെ ഒരു സർവീസ് എന്ന പോലെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അല്ലാത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ്. പബ്ലിക് ലിമിറ്റഡായ ഒരു കമ്പനി ചെയ്യേണ്ട പണിയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എന്തിനു വേണ്ടി ഫാസ്ടാഗ് സമ്പ്രദായം കൊണ്ടുവന്നു? ടോൾ ഗേറ്റുകൾ കൊണ്ടുവരുന്നതിൽ നമ്മൾ യാതൊരു വിരോധവുമില്ല. ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ പണം ആവശ്യമാണ്. ആ പണം ഉപയോഗിക്കുന്ന റോഡിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. കൊള്ളപ്പണം ആവരുത് എന്ന് മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിൽ അഭിപ്രായമുള്ളൂ. പക്ഷേ ഫാസ്ടാഗ് എന്തിന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ടോൾ ഗേറ്റുകളിലെ തിരക്കൊഴിവാക്കുക, വേഗത്തിലുള്ള യാത്രാ സൗകര്യം ഉണ്ടാക്കുക, മലിനീകരണം കുറയ്ക്കുക. ഇത് ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം, ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നടക്കുന്നില്ല. പകരം നടക്കുന്നത് ഈ കൊള്ളയാണ്. ഇപ്പോഴും രാവിലെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ടോൾ ബൂത്തിൽ രാവിലെ 9-നും 11-നും ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. ഇപ്പോഴും കാണാൻ കഴിയും. ഇന്ന് കാർ ഉപയോഗിക്കാത്ത മനുഷ്യർ വളരെ കുറവാണ്. ഒട്ടുമിക്ക വീടുകളിലെല്ലാം തന്നെ 4 ചക്ര വാഹനം, കാറുകളോ 4 വീലേഴ്സ് അല്ല 2 വീലർ ഇല്ലാത്ത വീടുകളില്ല. 2 വീലറിന് പിന്നെ ടോളില്ല, പോട്ടെ. 4 വീലർ മുതൽ മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും ടോൾ കൊടുത്തേ മതിയാവുള്ളൂ. ഇന്ന് കേരളത്തിലെ ഏകദേശം ഒരു 60% വീടുകളിലും 4 വീലറുകൾ ഉപയോഗിക്കുന്നവരാണ്. അത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സഞ്ചാരമാർഗം അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ വാഹന ഉപയോക്താക്കൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടവർ പോലും ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ തലക്കെട്ട്, ഭരിക്കുന്നവർ നമ്മളെ ചതിക്കുന്നോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരു ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് ജനോപകാരപ്രദമല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷ കക്ഷികളോ മറ്റ് സംഘടനകളോ തയ്യാറാവേണ്ടതാണ്.
പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളുടെ മേൽ കൊള്ള നടത്തുന്നതിനോട് കണ്ണടച്ചു പിടിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. ഇത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫാസ്ടാഗ് എന്തിന് മാൻഡേറ്ററി ആകണം? ബദൽ മാർഗങ്ങൾ ഒത്തിരിയുണ്ട്. UPI പേയ്മെന്റ് ചെയ്യാം, ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഒരു ഇതിലേക്ക് നമ്മളുടെ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കാം. മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നമ്മൾ കൊണ്ടുവന്ന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പുതിയ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാം. ഇങ്ങനെ 100 കണക്കിന് ബദൽ മാർഗങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്രയധികം തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഇതിനെതിരെ നമ്മളെല്ലാം പ്രതികരിക്കാൻ തയ്യാറാവണം. മറ്റ് മാർഗങ്ങളില്ല. പ്രതികരണശേഷി നമ്മൾക്ക് കുറഞ്ഞതുപോയത് കൊണ്ടാണ് നമ്മൾ ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രതികരിക്കേണ്ടവരാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടവരാണ്. പ്രതികരണശേഷി നഷ്ടപ്പെടുത്തിക്കൂടാ. വീണ്ടും പുതിയ വിഷയങ്ങളുമായി വരാം. പുതിയ വിഷയങ്ങളുമായി വരുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം ആവശ്യമാണ്. തീർച്ചയായിട്ടും അതെനിക്ക് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.